ശുദ്ധജല വിതരണവും മലിനജല നിവാരണവും. ശുദ്ധജല വിതരണത്തിനും മലിനജല നിവാരണത്തിനുമായി 907.10 കോടി രൂപ വകയിരുത്തുന്നു. സർ, ശുദ്ധമായ കുടിവെള്ളം പര്യാപ്തമായ അളവിൽ ഓരോ വീടുകളിലും എത്തിക്കുന്ന പദ്ധതിയായ ജൽജീവൻ മിഷൻ 25% സംസ്ഥാന വിഹിതമായി 550 കോടി രൂപ വകയിരുത്തുന്നു. പദ്ധതി ചെലവിൻ്റെ 15% ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും 10% ഗുണഭോക്താക്കളും വഹിക്കുന്നതായിരിക്കും. 50% കേന്ദ്രവിഹിതമായി 1100 കോടി രൂപ ആണ് പ്രതീക്ഷിക്കുന്നത്. നഗരവികസന പരിപാടിക്ക് 961 കോടി രൂപ ആണ് വകയിരുത്തുന്നത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് വിഹിതം 165 കോടി രൂപയായിട്ട് ഉയർത്തുന്നു. 60 ലക്ഷം തൊഴിൽ ദിനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. സർ, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് ശുചിത്വ കേരളം നഗര പദ്ധതിക്ക് 17 കോടി രൂപ വകയിരുത്തുന്നു. റീജിയണൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ലോക ബാങ്ക് വായ്പയോട് നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് 120 കോടി രൂപ വകയിരുത്തുന്നു. തിരുവനന്തപുരം വികസന അതോറിറ്റിക്ക് 4 കോടി രൂപ, വിശാല കൊച്ചി വികസന അതോറിറ്റിക്ക് 3 കോടി രൂപ എന്നിങ്ങനെ മാറ്റിവെക്കുന്നു. സ്മാർട്ട് മിഷൻ പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാന വിഹിതമായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, ദീൻദയാൽ അന്ത്യോദയ യോജനയ്ക്കുള്ള സംസ്ഥാന വിഹിതമായി 34.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, വാർത്താ വിതരണവും പ്രചരണവും മേഖലയ്ക്ക് ആകെ 37.2 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ പ്രസ് ഇൻഫർമേഷൻ സർവീസിനായിട്ടുള്ള 3.5 കോടി രൂപയും ഓൺലൈൻ പബ്ലിസിറ്റി IEC സേവനങ്ങൾക്കായി 4.2 കോടി രൂപയും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രവർത്തനങ്ങൾക്ക് 9 കോടി രൂപയും ഫീൽഡ് പബ്ലിസിറ്റിക്ക് 8.3 കോടി രൂപയും വകയിരുത്തുന്നു. സർ, പത്രപ്രവർത്തകരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായിട്ടുള്ള വിഹിതം 50 ലക്ഷത്തിൽ നിന്നും 75 ലക്ഷമായി വർദ്ധിപ്പിക്കുന്നു.